കേരളത്തിൻ്റെ ധനസ്ഥിതി ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. കാരണം ധനസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതും അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസം ധനകാര്യ കമ്മീഷൻ 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലുണ്ടായിരുന്നു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ടും ഒരു ചർച്ച നടത്തി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മെമ്മോറാണ്ടം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും അതിന് പ്രത്യേകമായിട്ടുള്ള ഈ അവതരണവും മെമ്മോറാണ്ടം കൊടുത്തു. വളരെ നന്നായിട്ട് മെമ്മോറാണ്ടം തയ്യാറാക്കിയെന്ന് തന്നെയാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ന്യായമായ കാര്യങ്ങളെല്ലാം അത് ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽസ് വീണ്ടും കൊടുക്കും. കാരണം പല പല മേഖലയിലെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിനകത്ത് അവർക്ക് വേണ്ട ഇൻപുട്ടെല്ലാം കൊടുക്കാം. പക്ഷേ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ആ മെമ്മോറാണ്ടത്തിനകത്തെ കണ്ടൻറ്റുകളും വ്യത്യസ്തമായി കേരളം പറഞ്ഞതിനെ പറ്റിയെല്ലാം ചെയർമാൻ തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇത് ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ 2026 ഏപ്രിൽ മുതൽ വരുന്നതാണ് ഈ പുതിയ ധനകാര്യ കമ്മീഷൻ. ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശം കൊടുത്തു. അവിടെ തന്നെ നമ്മൾ പറഞ്ഞത് ഈ ദുരിതാശ്വാസത്തിൻ്റെ കാര്യം നമ്മൾ സ്പെസിഫിക്കായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അനുഭവം വെച്ചിട്ട് ഒരു സ്ഥലത്ത് ദുരിതം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ്, വലിയ സ്റ്റേറ്റ് ആയിക്കോട്ടെ ചെറിയ സ്റ്റേറ്റ് ആയിക്കോട്ടെ, സമ്പത്ത് നല്ലപോലുള്ള സ്റ്റേറ്റ് ആയിക്കോട്ടെ അത്രയും ഇല്ലാത്ത സ്റ്റേറ്റ് ആയിക്കോട്ടെ, ദുരിതമെന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്ന കാര്യമാണ്. എല്ലാം അത് 100% കേന്ദ്ര ഗവൺമെൻറ് തന്നെ നൽകണം എന്നാണ് നമ്മൾ എല്ലാ സ്റ്റേറ്റിനും. അത് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അത് വരുന്ന കാലത്തേക്കുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കേന്ദ്രത്തിന് മുന്നേ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ മുണ്ടക്കൈ ദുരന്തം, ആ ദുരന്തം എല്ലാവരും കണ്ടതാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതാണ്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ലോകമാകെ ശ്രദ്ധിച്ചാണ്. കാരണം നിരന്തരമായി ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായി ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ കേരളത്തിലേ ഉള്ളൂ. നമ്മുടെ അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള നമ്മുടെ ഫൈനാൻസ് കമ്മീഷന് കൊടുത്ത മെമ്മോറാണ്ടത്തിലൊരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ പെക്യൂരിയാരിറ്റി, നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ തീരദേശത്തെ പ്രത്യേകത. ഒരു വശത്തു കൂടി മലയിടിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്, ഇങ്ങപ്പുറത്തോ കടലിൽ നിന്നുള്ള ആക്രമണം വരിക. ഇങ്ങനൊരു പ്രത്യേക അവസ്ഥയുള്ള ഒരു സ്ഥലം ഇന്ത്യ വേറെ ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, എന്നാ മഴ പെയ്യുന്നത് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല, നമുക്ക് ഉറപ്പില്ല. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞപ്പോൾ ഭാവിയിൽ ഈ ദുരന്തം ഏതുണ്ടായാലും 100% ഏത് സംസ്ഥാനത്തിനായാലും കേന്ദ്രം അതിനെ സഹായിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ നമ്മളോട് കാണിച്ചത് വല്ലാത്തൊരു ശ്വാസമുട്ടിക്കലാണ്. നമുക്ക് കിട്ടേണ്ട പണം നേരെ പകുതിയായി കുറഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം കണക്കാർക്കും ബോധ്യപ്പെടാത്തതിൻ്റെ അല്ല, കണക്ക് ബോധ്യപ്പെടാത്തതിൻ്റെ അല്ല, നമ്മുടെ എല്ലാം ഒരു ഫീലിംഗ്, കേരളത്തിലെ എല്ലാവരുടെയും ഫീലിംഗ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് തരേണ്ടത് ന്യായമായി തരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മുറിവുണ്ടായി ആ മുറിവിന് ഒന്ന് വേദനാ സംഹാരി കൊടുക്കുന്നതിന് പകരം കുറച്ച് മുളക് കൂടെ പുരട്ടിയാലോ? അതാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നത്.